വ്യത്യസ്തതയാർന്ന നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമകളിൽ തിളങ്ങിയ നടിയാണ് ഉഷ. ഇന്ന് മിനി സ്ക്രീനിൽ സജീവമായ ഉഷ 1990കളിലെ മിക്ക മലയാള സിനിമകളുടെയും ഭാഗമായിരുന്നു. പ്രത്യേകിച്ചും മലയാള സിനിമയിലെ മുൻനിര നായകന്മാർ അഭിനയിച്ച ഹിറ്റ് സിനിമകളുടെ. മോഹൻലാൽ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലടക്കം ഉഷ വേഷമിട്ടിട്ടുണ്ട്. കിരീടത്തിൽ മോഹൻലാലിന്റെ സഹോദരി കഥാപാത്രമായിട്ടായിരുന്നു ഉഷ വേഷമിട്ടത്. ചെങ്കോലിലാകട്ടെ അച്ഛൻ വേശ്യാവൃത്തിക്ക് കൊണ്ടുപോകുന്ന മകളുടെ റോളായിരുന്നു ഉഷ ചെയ്തത്. കിരീടത്തിലെ സഹോദരി കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ഉഷയെ തെരഞ്ഞെടുത്തതിനെ പറ്റിയും നടി പറയുന്നുണ്ട്. ഈ ഒരു കഥാപാത്രത്തെ മനോഹരമായി സ്ക്രീനിൽ അവതരിപ്പിച്ച ഉഷയെ നിരവധി പേർ അന്ന് പ്രശംസിച്ച് എത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഈ ചിത്രത്തിൽ സഹോദരനായി അഭിനയിച്ച നടൻ മോഹൻലാലും ഉണ്ടെന്ന് പറയുകയാണ് ഉഷ. മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ഉഷ തന്റെ സിനിമാ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. കിരീടത്തിന്റെ രണ്ടാം ഭാഗമായി ഇറങ്ങിയ ചെങ്കോൽ എന്ന സിനിമ വീണ്ടും ചെയ്യുന്നതിന് കാരണമായത് താനാണെന്ന് തുറന്നു പറയുകയാണ് ഉഷ. കിരീടം ചെയ്യുന്ന സമയത്ത് സിനിമയെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഉഷ പറയുന്നു. കാരണം സിനിമയിലേക്ക് വന്ന സമയമായിരുന്നു അത്. ചിത്രത്തിന്റെ സംവിധായകനായ സിബി മലയിൽ സാർ പറയുന്നു, ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെങ്കോൽ പക്ഷെ അതും കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് ഉഷ പറയുന്നു. താൻ പാടിയ ഒരു ഓഡിയോ കാസറ്റ് ഒക്കെ റിലീസ് ചെയ്യുന്നത് ആ ഒരു സമയത്തായിരുന്നു. കാസറ്റ് റിലീസ് ചെയ്യുന്നത് ലാലേട്ടനാണ്. ആ ഒരു സമയമായപ്പോഴേക്കും ഞാൻ കുറെ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു. കിരീടത്തിന്റെ രണ്ടാം ഭാഗം ആദ്യം തന്നെ അവർ പ്ലാൻ ചെയ്തതായിരുന്നു. എന്നാൽ പക്ഷേ ആ സമയമായപ്പോഴേക്കും വിവാഹം കഴിഞ്ഞ് ചിത്രത്തിൽ അഭിനയിച്ച ഞാനുമില്ല, പാർവതിയുമില്ല. ആ സമയത്ത് ജയറാം പാർവതി കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടക്കില്ല എന്ന് കരുതി അവർ അത് പെൻഡിങ്ങിൽ വെച്ചതായിരുന്നുവെന്നും ഉഷ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് താൻ വീണ്ടും അഭിനയിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ചെങ്കോൽ ചെയ്യുവാൻ പ്ലാൻ ചെയ്യുന്നതെന്നാണ് സിബി മലയിൽ സർ തന്നോട് പറഞ്ഞതെന്നും ഉഷ പറയുന്നു. സ്വാതന്ത്ര്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ താൻ പോയിരുന്നു. അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ആലുവ പാലസിൽ വെച്ച് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സിബി സാറിനെ അവിടെ വെച്ച് കണ്ടു. അപ്പോഴാണ് സിബി സാർ പറയുന്നത് വീണ്ടും അഭിനയിക്കുവാൻ തുടങ്ങിയല്ലോ എന്ന്. നേരത്തെ തന്നെ കിരീടത്തിന്റെ രണ്ടാം ഭാഗം പ്ലാൻ ചെയ്തതായിരുന്നു. പാർവതിയും കല്യാണം കഴിഞ്ഞു പോയി, ഉഷയും അഭിനയിക്കുന്നില്ല, അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചതാണ് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ അപ്പോഴും സിനിമ ചെയ്യുവാൻ പോകുന്നു എന്നൊന്നും തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ണിച്ചേട്ടൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കിരീടത്തിന്റെ രണ്ടാം ഭാഗം ഷൂട്ട് ചെയ്യുകയാണ് എന്ന്. എനിക്ക് അഡ്വാൻസ് തന്നിട്ട് ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. പവിത്രം എന്ന സിനിമയുടെ സെറ്റിൽ എന്റെ രണ്ടാമത്തെ ചിത്രത്തിന്റെ ഓഡിയോ കാസറ്റിന്റെ കാര്യം പറയുന്നതിനു വേണ്ടി ഞാനും അച്ഛനും കൂടി ലാലേട്ടനെ കാണാൻ പോയിരുന്നു. അപ്പോൾ ചെങ്കോലിന്റെ ഡബിങ്ങും എഡിറ്റിംഗും ഒക്കെ കഴിയുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് ലാലേട്ടൻ എന്നോട് പറഞ്ഞു, ഉഷ ഗംഭീരമായിട്ടുണ്ട്, ഇത് ഉഷയുടെ സിനിമയാണെന്ന്. അത് തനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നതിന് തുല്യമായിരുന്നുവെന്നും ഉഷ ഓർത്തെടുക്കുന്നുണ്ട്. ആ സിനിമയുടെ ലൊക്കേഷൻ തനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്നും ഈ ഒരു അഭിമുഖത്തിലൂടെ ഉഷ പറയുന്നു. ഈ ചിത്രത്തിൽ ഉഷയുടെ അമ്മയായി എത്തിയത് കവിയൂർ പൊന്നമ്മയായിരുന്നു. കവിയൂർ പൊന്നമ്മ ചേച്ചിയുമായി വലിയ അടുപ്പമായിരുന്നുവെന്നും ഉഷ പറയുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി ആസ്വദിച്ച് ചെയ്ത സിനിമയാണ് ചെങ്കോൽ. കഥ ട്രാജഡി ആയിരുന്നുവെങ്കിലും ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നുവെന്നും ഉഷ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.